ഇതാണ് കോവവള്ളി. ഈ കോവയ്ക്കാണെങ്കിൽ തീരെ കോവയ്ക്ക ഉണ്ടാവുന്നില്ല. ഈ കോവയ്ക്ക ഉണ്ടാവാത്ത കാരണം കൊണ്ട് ഞാൻ അതിൻ്റെ ഇലയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ ഉള്ളതിനാകുമ്പോൾ അധികം വിഷമൊന്നും ഉണ്ടാവാതെ നല്ല നാച്ചുറലായിട്ടുള്ള ഇലക്കറികളൊക്കെ കഴിക്കണം. അപ്പോൾ വൈറ്റമിൻ എ കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് കണ്ണിനും കാഴ്ചശക്തിക്കൊക്കെ നല്ലതാണ്. നമ്മൾ കുറച്ച് നല്ല നല്ല സാധനങ്ങളൊക്കെ പിള്ളേർക്ക് വെച്ച് കൊടുക്കണം. അല്ലാതിരുന്നാലേ എന്തായാലും വിഷമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു ചെറിയൊരു മോചനം കിട്ടണമെങ്കിൽ കണ്ടോ, ഇതിനാണെങ്കിൽ ഒരു കായെന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. കുറച്ച് ഇവിടെ ഞാനിവിടെ മതിൽ പൊട്ടി ഇളകി വീണത്തുനിന്ന് കുറേ മരമൊക്കെ മുറിച്ചിട്ടേക്കാണ്. അതിനകത്തോട്ട് വീണ കാരണം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വലിയ മരത്തിൻ്റെ മണ്ടയിലുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് പൊട്ടിക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ നമുക്ക് ഇല സുഖമായിട്ട് പൊട്ടിക്കുക കണ്ടോ. ഞാൻ ഇനി ഈ ഇല പൊട്ടിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതുപോലെ എല്ലാവരും വീട്ടിൻ്റെ അടുത്ത് കോവയ്ക്ക വള്ളി ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ഇല പൊട്ടിച്ച് തോരൻ വെക്കാം. അപ്പോൾ എല്ലാവരും ശ്രമിച്ചിട്ടോ. കുറച്ചധികം ഇല പൊട്ടിച്ചുകൊണ്ട് വന്നു. പിന്നെ അവിടെ നിന്ന് കുറേ നേരം നിന്ന് നുള്ളി എടുക്കുമ്പം പട്ട് പിടിച്ചപ്പോൾ ഞാൻ കുറച്ച് വള്ളിയും കൂടെ പറിച്ചുകൊണ്ട് വന്നു. അപ്പോൾ പിന്നെ നമുക്കിവിടെ നിന്നിട്ട് തണലത്ത് നിന്ന് ഇല എടുക്കാമല്ലോ. അതിനകത്ത് കായൊന്നും ഉണ്ടാകുന്ന സംഭവമല്ല, കുറേ കാലമായിട്ട് നിൽക്കുന്ന വള്ളിയാണ്. അതിനകത്ത് പൂക്കുന്നേ അല്ലാതെ കള്ളപ്പൂവ് ഉണ്ടായിട്ട് കായ ഉണ്ടാവുന്നില്ല നല്ലപോലെ. പിന്നെ എന്തായാലും അത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇച്ചിരി തോരൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ്. പിള്ളേർക്കൊക്കെ നല്ലതല്ലേ ഇലക്കറികൾ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എന്നിട്ട് ഇത് ഞാൻ അരിഞ്ഞെടുക്കട്ടെ, കഴുകിയൊക്കെ അരിഞ്ഞെടുക്കാം നമുക്ക്. നല്ല ഇതുപോലെ ഈ കോവയ്ക്കയുടെ ഇല, കോവയുടെ കായ മാത്രമല്ല കേട്ടോ, ഇലയും നല്ലതാണ് തോരനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊന്ന് തോരനുണ്ടാക്കാം. ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് കഴുകി അരിഞ്ഞെടുക്കാം. ഇനി ഇല പൊട്ടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇലയുള്ള വള്ളികൾ കഷ്ണിച്ചിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാലും അതിനകത്തുനിന്ന് വന്ന് നമുക്ക് സൗകര്യം പോലെ ഇങ്ങനെ ഇല നുള്ളി എടുക്കുക. അത് ഒരുവിധം നല്ല ഇലകൾ മുഴുവൻ പൊട്ടിച്ചെടുത്ത് ഇതിപ്പോൾ വള്ളി കട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ അതിന് മാത്രം ഒരു കായ ഉണ്ടാകുന്ന സാധനമാണെങ്കിൽ